പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് പച്ചക്കറി കഴിക്കലൊന്നുമല്ല. യഥാർത്ഥത്തിലുള്ള പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് സ്വയം ചികിത്സിക്കാനായിട്ടുള്ളൊരു സാധ്യതയെ തുറന്നു കൊടുക്കുന്നത് എങ്ങനെ എന്നുള്ളത് പഠിക്കൽ തന്നെയാണ്. ആ പഠനമാണ് ഇപ്പോൾ നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലും ഈ സ്വയം ചികിത്സയ്ക്ക് വരാവുന്ന ബ്ലോക്കുകളെ കണ്ടെത്തുക, അത് മാറ്റുക. കാരണം പ്രകൃതി ചികിത്സ എന്ന് പറയുന്ന ആ ഒരു പദം പോലും ഒരു പക്ഷേ തെറ്റായിരിക്കും. നമ്മൾ ചികിത്സിക്കുന്നില്ല. പക്ഷേ ആ പദം എങ്ങനെയാണ് ശരിയായി വരുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രകൃതി ചികിത്സയിലെ പ്രകൃതി എന്ന് പറയുന്നത് ബാഹ്യപ്രകൃതിയല്ല. ഈ മണ്ണും വെള്ളവും ഇതുമായിട്ടുള്ള പ്രകൃതിയല്ല. അത് ആന്തരിക പ്രകൃതിയാണ്, സൂക്ഷ്മ പ്രകൃതിയാണ്. അത് തത്വത്തിലേ ഇരിക്കുന്നുള്ളൂ. നമ്മുടെ ജീവനെന്നോ അല്ലെങ്കിൽ ജീവന് കാരണമായിരിക്കുന്ന ഒന്ന് എന്നോ ഈ അങ്ങനെയുള്ളൊരു പ്രകൃതിയാണ് ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നത്, പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നത്, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്, ഇതെല്ലാം. അപ്പോൾ ആ ഒരു സൂക്ഷ്മ പ്രകൃതി ഈ ശരീരത്തെ ചികിത്സിക്കുന്നു എന്നുള്ളതാണ് പ്രകൃതി ചികിത്സ എന്നുള്ളതിൻ്റെ യഥാർത്ഥത്തിൽ അർത്ഥം മനസ്സിലാക്കേണ്ടത്. നമുക്ക് പ്രകൃതി എന്ന് പറയുമ്പോൾ എപ്പോഴും പുറമേയുള്ള പ്രകൃതിയെ മനസ്സിലുള്ളൂ. പക്ഷെ അതല്ല, അവനവൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറണം. ആ ഉള്ളിലിരിക്കുന്ന പ്രകൃതി മാത്രമാണ് ഇവിടെ ചികിത്സ നടപ്പിലാക്കുന്നത്. അപ്പോൾ ആ പ്രകൃതിയെ അറിയാനായിട്ടാണ് നമ്മൾ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ, ആ പ്രകൃതിക്ക് യഥേഷ്ടം ചികിത്സ നടപ്പിലാക്കാനായിട്ടുള്ള ഒരവസരം എല്ലായ്പ്പോഴും ഉണ്ട്. പക്ഷെ നമ്മൾ ഏതൊക്കെയോ